ഹലോ ഗായ്സ്, അപ്പോൾ നമുക്കിന്നൊരു കിഡിലൻ വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? ബായോ. അപ്പോൾ നമ്മൾ ആദ്യം തേങ്ങ, പിന്നെ ഏലക്ക, കുരുമുളക്, പട്ട, ഗ്രാമ്പ്, അങ്ങനത്തെ സാധനങ്ങൾ, സ്പൈസസ്, ബേ ലീഫ്, ഇതെല്ലാം കൂടെ ഇട്ട്, പിന്നെ നമ്മളൊരു വറ്റൽമുളകും ജീരകവും ഉള്ളിയും ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഒന്ന് വഴറ്റിയിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആകുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക. അതായത് ഈ ഒരു പരുവം കാരണം നമ്മൾ ജീരകവും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് വറുത്ത് മാറും. അപ്പോൾ അതൊരു ഏകദേശം വറുത്ത് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, അതായത് 1 സ്പൂൺ വീതം എല്ലാം ഇട്ടാൽ മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വീണ്ടും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. കൂട്ടത്തിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരുപാട് വറുത്ത് അങ്ങ് കളർ മാറരുത്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി മൊത്തം ഒരുമാതിരി ഡാർക്ക് ഷെയ്ഡായി പോകും. സോ അതുകൊണ്ട് നമ്മൾ ആ ഒരു പരുവം നോക്കിയിട്ട് അങ്ങ് എടുക്കണം. ഒരുപാട് ഇതാണ്ട അത് നമ്മളൊന്ന് അരച്ച് നമുക്ക് തിക്ക് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അതേ ഉരുളിയിൽ തന്നെ നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് അതിനകത്തോട്ട് ഒരു കപ്പ് കൊച്ചുള്ളി, 2 സവോള അരിഞ്ഞത്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, സോ ഇതും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഒരു പരുവം കണ്ടോ, നന്നായിട്ടൊന്ന് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടാൽ സെറ്റ്. അങ്ങനെ വഴറ്റി നമ്മളൊരു പരിധി വരെ എത്തിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി, പിന്നെ ചിക്കൻ മസാല മാത്രമേ നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നുള്ളൂ. ഒരു 1/2 സ്പൂൺ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മളിട്ട് വഴറ്റി നമ്മളൊരു വഴിക്കാകും. പക്ഷേ വഴറ്റുമ്പോൾ ഇത് പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും. അപ്പോൾ അതൊന്ന് കാണാനും നല്ല രസമാണ്. അത് കഴിഞ്ഞ് നമ്മളിതിനകത്തോട്ട് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 തക്കാളി, ഒരു തക്കാളി, ചെറുതാണെങ്കിൽ 2 തക്കാളി, വലുതാണെങ്കിൽ 1 തക്കാളി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കഴുകി വെച്ച ചിക്കനും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നമ്മുടെ പേസ്റ്റ് നമ്മൾ നേരത്തെ അരച്ച് വെച്ചായിരുന്നല്ലോ, അത് കഴുകിയ വെള്ളവും എല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്ത് ഒന്ന് വഴറ്റി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ചെറുതീയിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് മതിയായിരിക്കും. അടച്ച് വെച്ച് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുത്താൽ ഈ നമ്മൾ വറുത്തരച്ചതിനകത്തുള്ള എണ്ണയെല്ലാം പയ്യെ ഇത് മേളിലോട്ടിങ്ങനെ തെളിഞ്ഞ് വരും. അപ്പോൾ ലാസ്റ്റ് ഉപ്പും കൂടി ഒന്ന് നോക്കിയേക്കുക. പിന്നെ 2 പച്ചമുളകും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഈ എണ്ണ ഇങ്ങനെ മേളിൽ തെളിഞ്ഞ് വരും. അപ്പോൾ അതാണ് നമ്മുടെ ഏകദേശം വന്നെന്നുള്ളൊരു പാകം. ഇത് അടച്ച് വെച്ച് ഞാൻ ഇച്ചിരി ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ചിട്ട് പിന്നെ ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും അടച്ച് വയ്ക്കും. അങ്ങനെയാണ് നമ്മളീ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ അത്യാവശ്യം വേവ് നോക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുപാട് ഹാർഡായി പോരുത്, ഒരു ജ്യൂസി പരുവത്തിലെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ നമ്മുടെ എണ്ണയെല്ലാം വന്ന് ഇച്ചിരി മല്ലിയിലയും കൂടെ നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അത് ഓപ്ഷനിലാണ്, വേണ്ടവർക്ക് ഒഴിക്കാം, വേണ്ടവർക്ക്. പിന്നെ ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ കിഡിലൻ വറുത്തരച്ച കോഴിക്കറി ഈസ് റെഡി. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഡെഡ്ലി കോംബോ എന്ന് പറയുന്നത് അരിപ്പത്തിരിയും വറുത്തരച്ച ചിക്കൻ കറിയും തേങ്ങാപ്പാലും. അമ്മോ, സൂപ്പറാണ്. അപ്പോൾ ഈ വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കുന്ന ദിവസം മോസ്റ്റ്ലി നമ്മൾ രാത്രിത്തെ ഫുഡ് അതായിരിക്കും. ഇതിപ്പോൾ നെയ്ച്ചോറിൻ്റെ കൂടെ ഉണ്ടാക്കിയത്. സോ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ കറി കേട്ടോ. എല്ലാവരും